ദൈവത്തിൻ്റെ തന്നെ തിരുനാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും ഇടവരുത്തിയ വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക തകരാർ മൂലമാണ് ഞങ്ങൾക്ക് എത്താൻ പറ്റാതെ പോയത്. എങ്കിലും ഇന്ന് ഹാനോക്കിൽ നിന്നൊരു ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടവരുത്തിയവൻ കൃപകളെ ഓർക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു, തൻ കുടുംബമായി ദൈവത്തെ സ്നേഹിച്ചു എന്ന ചിന്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബമായി നാം ജീവിക്കുമ്പോൾ നമുക്ക് എന്താണ് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിയുന്നതല്ല എന്ന് എബ്രായർ 11:6 പറയുന്നു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ, യോഹന്നാൻ 6:29 എന്ന് യേശു യഹൂദന്മാരോട് പറഞ്ഞു. അപ്പം നാം എത്രത്തോളമാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം തന്നെ അയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ പാപപരിഹാരത്തിനായി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. പക്ഷെ നാം ഇന്ന് എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഒന്ന് നാം വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. തനിക്ക് മെഥുശലേഹ് എന്ന പുത്രൻ ജനിച്ച ശേഷമാണ് അവൻ 300 വർഷം ദൈവത്തോടു കൂടെ നടന്നത്. അതിന് തന്നെ പ്രേരിപ്പിച്ച സംഭവം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും കുടുംബജീവിതത്തിൽ താൻ മക്കൾക്ക് മാതൃകയായിരുന്നു. താൻ 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുന്നത് തൻ്റെ മക്കൾ കണ്ടു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ദൈവദാസന്മാരുടെ കുടുംബജീവിതം മാതൃകാപരമായിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ശക്തമായി പ്രബോധിപ്പിക്കുന്നുണ്ട്. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. മക്കളെ ശാസിച്ചു വളർത്താതിരുന്ന ഏലി പുരോഹിതന്റെ കാര്യം ഓർക്കുക. തൻ്റെ മക്കൾ ദ്രോഹം പ്രവർത്തിക്കുന്നത് താൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചു നിർത്തിയില്ല. അപ്പൻ്റെ ശാസന അവർ കേട്ടതുമില്ല. അതുപോലെ ഏലി പുരോഹിതന്റെ കുറ്റം ചൂണ്ടിക്കാണിച്ച ശമൂവേൽ തൻ്റെ മക്കൾ തെറ്റായ വഴിയിൽ ജീവിക്കുന്നു എന്ന വിവരം അറിഞ്ഞിട്ടും അവരെ ശാസിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നാമും ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ തല്ലുകയും അടിക്കുകയും ചെയ്യുമ്പോൾ നാം അവരെ ശാസിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന നാം അനുസരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവം നമ്മെ പലപ്പോഴും പലവിധമാകുന്ന പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ നടത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സമൂഹത്തിൽ നല്ല നിലയിലെത്തി നമ്മുടെ പരിപാലനത്തിലും നമ്മുടെ ശിഷ്യത്വത്തിലും അവർ വളർന്ന് വലിയ മക്കളായി സമൂഹത്തിൻ്റെ വലിയ പദവികൾ അലങ്കരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം അവരെ ഇടവരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.